ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഇവിടെ അമർത്തുന്നത് ഈ ചാനൽ ഒന്ന് ഉയർത്താൻ സഹായിക്കണം എല്ലാവരും. ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് ടൈമിൽ കൂടുതൽ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സീസൺ 7 അവസാനിച്ചാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചതും ഇടം പിടിക്കാത്തതുമായ വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഷാനവാസ് പറഞ്ഞത് സീസൺ 7 അവസാനിച്ചാലും അനീഷിനെ ആയിരിക്കും എല്ലാവരും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തി അല്ലേ. ഇല്ലാത്തതായിട്ട് ലക്ഷ്മി തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം എല്ലാ കാര്യത്തിലും കൈകടത്തും, നെഗറ്റിവിറ്റി കൂടുതലാണ്, ഒന്നും അറിയാത്ത കാര്യത്തിൽ കിടന്ന് വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഷാനവാസ് അങ്ങനെ പറഞ്ഞു. നെവിൻ പറഞ്ഞത് അനുമോളാണെന്നാണ്, അത് അഭിനേത്രിയാണ്, അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു പറയും. നൂറയാണ് ഇടം പിടിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന കൂൺ പോലെയാണ് നൂറ എന്നാണ് നമ്മുടെ നെവിൻ പറയുന്നത്. അപ്പോൾ നെവിൻ്റെ അഭിപ്രായത്തിലാണ് കേട്ടോ പറയുന്നത്, നമ്മുടെ ആരുടെ അഭിപ്രായമല്ല. പിന്നെ നെക്സ്റ്റ് അനുമോൾ പറഞ്ഞു. അനുമോൾ ആരും പറയാൻ താല്പര്യമില്ല എന്നാണ് അനുമോൾ പറയുന്നത്. എങ്കിലും ഒരു ടാസ്ക് അല്ലേ പറയണ്ടേ എന്ന് പറഞ്ഞാൽ അനുമോൾ പറഞ്ഞു ഷാനവാസൊക്കെയാണ് എല്ലാവരുടെ മനസ്സിലിടം പിടിക്കുന്ന വ്യക്തി. കാരണം ഷാനവാസുക ആക്ടറാണല്ലോ. ഭിന്നീനെ എനിക്ക് പറയാൻ താല്പര്യമില്ലെങ്കിലും ഇടം പിടിക്കാത്ത വ്യക്തി ഭിന്നി തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിന്നീനെ പല സമയത്തും ഞാൻ കാണാറില്ല, പല പ്രശ്നങ്ങളും ഭിന്നി ഇടപെടാറില്ല. അതുകൊണ്ട് ഭിന്നീനെ പറയുന്നു. ഞാൻ ഒരാളെയും പറയില്ല എന്ന് വെച്ചത്, പക്ഷേ ടാസ്ക് ബേസിൽ പറയണ്ടേ, അതുകൊണ്ടാണ്. അനുമോൾ എന്തായാലും ഒരു നല്ല ക്യാരക്ടറുള്ള ഒരാളാണ് ആണല്ലോ അനുമോൾ. അപ്പോൾ അനുമോൾക്ക് അങ്ങനെ ഒരാളെ തുറന്നടിച്ച് പറയാൻ ഒരു വിഷമം, അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അനീഷ് പറഞ്ഞു ആദില നൂറ തന്നെയായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത്, ഭിന്നിയായിരിക്കും ഇടം പിടിക്കാത്തതെന്ന് പറയുന്നു. ലക്ഷ്മി പറയുന്നു നെവിനാണ് ഇടം പിടിച്ചത്, നൂറയാണ് ഇടം പിടിക്കാത്തത് എന്ന് ലക്ഷ്മി പറയുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുള്ളത് കൊണ്ട് നൂറനെ ലക്ഷ്മിയും വലിച്ചിടും, ലക്ഷ്മിനെ നൂറയും ആദിലയും വലിച്ചിടും. ആദില പറയുന്നത് അനുമോളാണ് ഇടം പിടിക്കുന്നത്. ഇവർ തമ്മിൽ നല്ല ബോണ്ടായതുകൊണ്ട്, സ്നേഹ ബോണ്ടായതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ആദിലയും നൂറയും അനുമോളം എടുക്കും, ചീത്ത കാര്യങ്ങൾക്ക് ലക്ഷ്മി എടുക്കും. അപ്പോൾ ലക്ഷ്മിയാണ് ഇടം പിടിക്കാത്ത വ്യക്തി എന്ന് പറയുന്നു. നൂറ പറഞ്ഞു സാബുമോനാണ് ഇടം പിടിക്കുന്ന വ്യക്തി, ലക്ഷ്മി ഇടം പിടിക്കാത്ത വ്യക്തിയാണെന്ന് പറയുന്നു. ഭിന്നി പറഞ്ഞു നെവിൻ ആണ് ഇടം പിടിക്കുന്ന വ്യക്തി, ആദില ഒട്ടും ഇടം പിടിക്കാത്ത വ്യക്തിയാണെന്ന് പറയുന്നു. ആര്യം പറയുന്നു നെവിനാണ് ഇടം പിടിക്കുന്ന വ്യക്തി, സാബുമോൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കില്ല എന്ന് പറയുന്നു. സാബു പറയുന്നു ആര്യൻ മനസ്സിൽ ഇടം പിടിക്കും, പക്ഷെ ഭിന്നി ഇടം പിടിക്കില്ല എന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് ആദിലയും നൂറയും അനുമോളും കൂടി സംസാരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഇടം പിടിക്കൂടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ബിഗ് ബോസിൽ നന്നായി കളിക്കുന്നവരല്ലേ, എല്ലാവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് തന്നെയാണ് എന്ന് അനുമോളുടെ നല്ല മനസ്സുകൊണ്ട് അനുമോളത് പറയുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാവും, പ്രേക്ഷകർ അത് ഏറ്റെടുത്തോളൂ, എല്ലാവരുടെ ഇതും ഇടം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷാനവാസം ഒന്ന് പറയുന്നുണ്ട്, പിന്നെ നെഗറ്റിവിറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ ഇടയിലും ഇടം പിടിക്കുന്നു തോന്നുന്നില്ല, പോസിറ്റീവായി കളിച്ചാൽ മാത്രമേ ഇടം പിടിക്കുന്നത്. അത് ലക്ഷ്മിനെ വെച്ചിട്ടായിരിക്കും പറയുന്നത്. പോസിറ്റീവായി കളിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ ഇടയിൽ ഇടം പിടിക്കുള്ളൂ എന്ന് നമ്മുടെ ഷാനവാസും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പിന്നെ ഇവരുടെ ടോക്കിംഗ് ഒക്കെ ടോപ്പ് 5 ആരെത്തും എന്നൊക്കെ നൂറ പറയുന്നത്, ബേബി ഞാനും നീയും എന്തായാലും ഉണ്ടാവും ടോപ്പ് 5, അനുമോളും ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ആദില പറയുന്നത് ഇല്ലടി നീ മാത്രമേ ഉണ്ടാവുള്ളൂ, അനുമോളും ഉണ്ടാവും, ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ ആദില പെട്ടിയെടുത്ത് പോകാനാണ് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂറനെ ടോപ്പ് 5 ഇട്ട് കഴിഞ്ഞാൽ ആദിലയുടെ വോട്ടും നൂറയുടെ വോട്ടും ഒക്കെ നൂറയ്ക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതായിരിക്കും പെട്ടെടുത്ത് പോകാനായിരിക്കും നമ്മുടെ ആദിലയുടെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല.